കേരളം ഓരോ ദിവസവും ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് താപനില വീണ്ടും വർദ്ധിച്ചു വരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ കേരളത്തെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. കടുത്ത ചൂടായിരിക്കും ഇനിയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ ചൂടിന്റെ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. 38 ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന നിർദ്ദേശം. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ സാധാരണയേക്കാൾ വളരെയധികം ചൂട് കൂടുതലായിരിക്കും. ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 5 മുതൽ മാർച്ച് 7 വരെ തീയതികളിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 8 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില ഏകദേശം 36 ഡിഗ്രി വരെ കൂടാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 വരെ ഇത് കൂടാനുള്ള സാധ്യതയായി പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ 2025 മാർച്ച് 5 മുതൽ 7 വരെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുമാണ്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ടുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി ഏൽക്കുന്നത് ഒഴിവാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ചൂട് നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് കൊള്ളുമ്പോൾ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറും. അതുപോലെ തന്നെ പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സൂര്യന്റെ ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകും. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ് ശീതള പാനീയങ്ങൾ എന്നിവ പകൽ സമയത്ത് കുടിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇത്തരത്തിലുള്ള മദ്യം പോലുള്ള ആൽക്കഹോളുകൾ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് നിർജ്ജലീകരണം കൂടുതലാക്കുകയും അത് നിങ്ങളുടെ ശരീരത്തിന് മോശമായി ഭവിക്കുകയും ചെയ്യും. അതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായും തന്നെ ഇതിനൊരു നിയന്ത്രണം വരുത്തുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യന്റെ ചൂട് ആഗീകരണം ചെയ്യുന്ന ഡ്രസ്സുകൾ ധരിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ്. മാത്രമല്ല, കുടയോ തൊപ്പിയോ ഉപയോഗിച്ച് മാത്രം പുറത്തിറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS, ലയനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. പരീക്ഷാകാലമായതിനാൽ പരീക്ഷാ ഹാളുകളിൽ ജലലഭ്യത ഉറപ്പാക്കുകയും വേണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷകൾക്കും ഉച്ചയ്ക്ക് വിടുന്ന പരീക്ഷകളിലും കുട്ടികൾ വെയിൽ കൊള്ളാതെ തന്നെ സുരക്ഷിതമായി വീടുകളിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഉറപ്പുവരുത്തേണ്ടതാണ്. കുട്ടികൾക്ക് കൂടുതൽ വെയിൽ കൊള്ളുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സമയക്രമീകരണം നടത്തേണ്ടതും അത്യാവശ്യമാണ്. കുട്ടികളുടെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കുട്ടികൾ നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അംഗനവാടികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ചൂട് ആഗീകരണം ചെയ്യുകയും അവരുടെ സ്കിന്നിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സമൂഹ സുരക്ഷയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.